കാണാനോ കേൾക്കാനോ മണക്കാനോ സ്പർശിക്കാനോ രുചിക്കാനോ കഴിയാത്ത നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ അനുഭവ തലത്തിന് വളരെ അപ്പുറത്ത് നിൽക്കുന്ന പരമാത്മ തത്വമാണ്, ഈശ്വര തത്വമാണ്. അതുകൊണ്ട് അതിന് പേര് പരമേശ്വരൻ, ദ സുപ്രീം ലോർഡ്. ഈ 5 കാര്യം ചെയ്യുന്നവളാണ്. ഈ 5 കാര്യം ചെയ്യുന്നവനായതുകൊണ്ട് ഈശ്വരൻ എന്ന് പേര്. അപ്പൊ ഇവന്റെ രൂപം എന്ത്? ലിംഗത്തിൽ കാണിച്ചു. ഹിന്ദുക്കളെ കളിയാക്കാൻ വേണ്ടി മറ്റു മതസ്ഥരും നിരീശ്വരവാദികളും പറയുന്ന കാര്യമാണ്, നിങ്ങൾ മനുഷ്യന്റെ ലിംഗം ആരാധിക്കുന്നവരല്ലേ. ഈ പറയുന്നവനുണ്ടായത് അതിന്റെ അടിസ്ഥാനം ഒരു ലിംഗം ആയിരിക്കുമല്ലോ, അല്ലെന്നുണ്ടോ? അപ്പോ ലിംഗം എന്ന ശബ്ദത്തിനർത്ഥം അടയാളം എന്നാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? പുല്ലിംഗം എന്ന് പറഞ്ഞാൽ വ്യാകരണത്തിൽ പുരുഷനെ കുറിക്കുന്ന ശബ്ദം. സ്ത്രീലിംഗം എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ ലിംഗം എന്നാണോ? സ്ത്രീയെ കുറിക്കുന്ന ശബ്ദം. അപ്പൊ ഒന്നിനെ കുറിക്കുന്നത്, അടയാളപ്പെടുത്തുന്നത് ലിംഗം. സന്യാസിക്ക് കാഷായ വസ്ത്രം ബാഹ്യലിംഗമാണ്. കാഷായ വസ്ത്രം ധരിച്ച കണ്ടാൽ എന്ത് വിചാരിക്കണം? സന്യാസിയാണ്. ത്രിപുണ്ഡ്രം ഭസ്മക്കുറി വൈദികന്, വേദം പഠിച്ചവന് ബാഹ്യലിംഗമാണ്. കുങ്കുമപ്പൊട്ട് വൈദികന്റെ ബാഹ്യലിംഗമാണ്, അടയാളമാണ്. സായിനവ വൈദിക, സായിനവ വൈദിക് സ്കോളർ. പിന്നെ താലിമാല അവൾ ഭാര്യയാണെന്ന് എൻ്റെ ലിംഗമാണ്, എന്ന് വെച്ചാൽ അടയാളമാണ്. ചുവന്ന കൊടി ദാരിദ്ര്യത്തിന്റെ അടയാളമാണ്. ഈ നാട് രക്ഷപ്പെടില്ല എന്ന് കാണിക്കും.